നമ്മൾ എല്ലാ ദിവസവും കുറഞ്ഞത് ഒരു തവണയെങ്കിലും കാണുന്ന ഒരു പക്ഷിയാണ് കാക്കകൾ. ഈ കാക്കകൾ നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്നവരാണ്. എന്നാൽ കാക്കകളെക്കുറിച്ചുള്ള ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ലൈൻ കമ്പിയിൽ നിന്നോ ഒക്കെ ഷോക്കേറ്റോ മറ്റോ ചാവുന്ന കാക്കകളെ അല്ലാതെ സ്വാഭാവികമായി മരിക്കുന്ന കാക്കകൾ ഒക്കെ എവിടേക്കാണ് പോകുന്നത്? കാക്കകൾ മാത്രമല്ല, മറ്റു ചില പക്ഷികളും ഇതുപോലെയാണ്. സാധാരണയായി നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പക്ഷികളുടെ ആയുസ് 4 വർഷം വരെയൊക്കെയാണ്. പക്ഷേ ഇങ്ങനെ സ്വാഭാവിക മരണം സംഭവിക്കുന്ന പക്ഷികളുടെ എണ്ണം വളരെ കുറവാണെന്നാണ് ബ്രിട്ടനിലെ പക്ഷി ഗവേഷണ കേന്ദ്രമായ റോയൽ സൊസൈറ്റി പ്രൊട്ടക്ഷൻ ഓഫ് ബേർഡ്സ് എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട്. ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്ന പക്ഷികൾ അത് ആൽബർട്ടോസ് ഇനത്തിൽപ്പെട്ട പക്ഷികളാണ്. ഈ ഇനത്തിൽപ്പെട്ട പക്ഷികൾക്ക് ഏകദേശം 65 വർഷമൊക്കെ ആയുസ്സുണ്ടാകും. ചില പക്ഷികൾ 2-3 വർഷമൊക്കെ ആകുമ്പോഴേക്കും മരണത്തോട് അടുക്കുന്നു. ഈ പക്ഷികൾ ഒക്കെ മരണസമയത്ത് എവിടേക്കാണ് പോകുന്നത്? കൂടുതൽ ആളുകളും വിചാരിക്കുന്നത് പക്ഷികൾ പറന്നുപോകുന്ന സമയത്ത് ചത്തു വീഴും എന്നായിരിക്കും. പക്ഷേ അങ്ങനെയല്ല. പക്ഷികൾ അവരുടെ ജീവിതത്തിൻ്റെ അവസാന സമയത്ത് എവിടെയെങ്കിലും പോയി ഏകാന്തവാസം നടത്തുകയാണ് ചെയ്യുന്നത്. മനുഷ്യരും മറ്റു പക്ഷികൾ ഒക്കെ കുറവുള്ള സ്ഥലങ്ങൾ അവർ ഇതിനായി കണ്ടെത്തുന്നു. കൂടുതലായും മരക്കൊമ്പുകളോ കുറ്റിക്കാടുകളോ ഒക്കെയാണ് ഇതിനായി കൂടുതലും കണ്ടെത്തുന്നത്. അപ്പോൾ മറ്റൊരു ചോദ്യം ഉണ്ടായേക്കാം, ഇങ്ങനെ ചത്തുപോകുന്ന പക്ഷികളുടെ ശരീരം എവിടേക്കാണ് പോകുന്നത്? പക്ഷികൾ പറക്കാൻ കഴിയുന്നവരാണല്ലോ, അപ്പോൾ സ്വാഭാവികമായും അവർക്ക് ഭാരം വളരെ കുറവായിരിക്കും. കട്ടി കുറഞ്ഞ തൂവലുകളും വളരെ കുറച്ച് മാംസവുമാണുള്ളത്. അതുകൊണ്ട് തന്നെ ചത്തുകഴിഞ്ഞാൽ അവയുടെ ശരീരം വളരെ പെട്ടെന്ന് തന്നെ ജീർണിച്ച് ഇല്ലാതാകുന്നു. ഇവയുടെ ചെറിയ എല്ലുകളൊക്കെ മറ്റു ജീവികൾ ഭക്ഷണമാക്കുന്നു. അതുപോലെ പക്ഷികൾക്ക് രോഗങ്ങൾ ബാധിക്കുമ്പോഴും ഇവർ ഇങ്ങനെ ഒറ്റയ്ക്ക് കൂടുകളിൽ ഒതുങ്ങിക്കൂടാറുണ്ട്. ഇനി കാക്കകളുടെ കാര്യമെടുത്താലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. എന്നാൽ ചിലർ പറയാറുണ്ട് പ്രായമായ കാക്കകളെ മറ്റു കാക്കകൾ ചേർന്ന് കൊത്തിക്കൊല്ലാറുണ്ട് എന്ന്. പക്ഷേ ഇതിന് ശാസ്ത്രീയമായി യാതൊരു തെളിവുമില്ല. കാക്കകൾ സാധാരണയായി 7 മുതൽ 22 വർഷം വരെയൊക്കെ ജീവിക്കാറുണ്ട്. കാക്കകൾ വലിപ്പമുള്ള പക്ഷികൾ ആയതിനാൽ അവയുടെ ശരീരം പെട്ടെന്ന് ജീർണിക്കുന്നില്ല. അതിനാൽ മറ്റു ജീവികൾക്ക് ഇവയെ ഭക്ഷണമാക്കാൻ കഴിയുന്നു.